ഫാൽക്കൺ ഓണം പൊന്നോണം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പൊന്നോണത്തിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ഫാൽക്കൺ കമ്പനിയുടെ സാരഥികളാണ്. യഥാർത്ഥത്തിൽ 2000 പ്രവർത്തനം ആരംഭിച്ച് 25 വർഷം പിന്നിടുന്ന ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചർ പബ്ലിക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും സുപരിചിതമാണ്. വ്യവസായ ലോകത്ത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പേരാണിത്. ഡിഫറൻ്റായ ആംഗിളുകളിലൂടെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ അതിൻ്റെ സാരഥ്യം വഹിക്കുന്നത് NA മുഹമ്മദ് കുട്ടി എന്ന വ്യവസായ പ്രമുഖനാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലടക്കം ഫാൽക്കൻ്റെ പേര് എത്തിക്കഴിഞ്ഞു. 25 വാർഷികം ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു തിരുവോണ ദിനത്തിലാണ് നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. ഇന്ന് നമ്മളോട് ഫാൽക്കൻ്റെ തുടർച്ച അല്ലെങ്കിൽ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ സാരഥി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഫാൽക്കൻ്റെ നട്ടെല്ലുകളായ, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളും ഇതോടൊപ്പം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഫാൽക്കണിൻ്റെ വ്യത്യസ്തമായ എന്തെല്ലാം പ്രവർത്തികളാണ്, എങ്ങനെയാണ് ഇതിലേക്കുള്ള വരവ്, അവരുടെ ചെറുതും വലുതുമായ ഓണാഘോഷങ്ങൾ, അല്ലാത്ത ആഘോഷങ്ങൾ, നിലവിൽ നേരിട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിലേക്കാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ കണ്ണോടിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊന്നോണ ആശംസകൾ നേരുന്നു. ഫാൽക്കൺ ഓണം പൊന്നോണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 2000 പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 25 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. NA മുഹമ്മദ് കുട്ടി എന്ന ഫാൽക്കൻ്റെ സാരഥി ഇവിടെ നിന്ന് 25 വർഷങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും ഈ പൊന്നോണ ദിനത്തിൽ എന്താണ് മാന്യ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? 2000 വാസ്തവത്തിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആർക്കും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് കളമശ്ശേരിയുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇത്തരം ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് അനിവാര്യമായിരുന്നു. പല കാരണങ്ങളുണ്ട്. മിക്കവാറും നമ്മളൊരു കമേഴ്സ്യൽ കൺസ്യൂമർ സ്റ്റേറ്റാണ്. കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മളെല്ലാം മറ്റ് സ്റ്റേറ്റ്സിനാണ് ആശ്രയിക്കുന്നത്. റോ മെറ്റീരിയലാണെങ്കിലും നമ്മുടെ ദൈനംദിന ഫുഡിൻ്റെ ആവശ്യങ്ങളായിട്ടുള്ള എല്ലാറ്റിനും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ട് വെജിറ്റബിൾ അടക്കാം. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വണ്ടികൾ ഇവിടെ വരുമ്പോൾ, ട്രക്സ് ഇവിടെ വരുമ്പോൾ ഇവിടെ അവർക്കുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. അവർക്ക് പാർക്കിംഗ് അല്ലെങ്കിൽ അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം എടുക്കുന്നുണ്ട് ഇവിടുന്ന് തിരിച്ചെന്തെങ്കിലും കാർഗോ കിട്ടുന്നതിന്. നമുക്കിവിടുന്ന് മാനുഫാക്ചറിങ് അങ്ങനത്തെ മറ്റ് പലതും കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് റബ്ബറുണ്ട് നമുക്കിവിടെ, അല്ലെങ്കിൽ ഫിഷറീസ് ഐറ്റംസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്. ഇത്തരം മെയിനായിട്ട് ഇപ്പോൾ പിന്നീടാണ് പ്ലൈവുഡൊക്കെ വന്നത്. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടുന്ന് പോകാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ട്രക്കിന് തിരിച്ചു പോകുമ്പോൾ കാർഗോ കിട്ടാനതിന് വേണ്ടി അവരിവിടെ കാത്ത് കെട്ടി കിടക്കുന്നൊരു ഉണ്ടായിരുന്നു. റോഡുകളിലെല്ലാം ഒത്തിരി ആക്സിഡൻറ്റ്സ് ഉണ്ടായിരുന്നു, അവർക്ക് സൗകര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു സിറ്റിയുടെ വളർച്ചയ്ക്ക് തീർച്ചയായും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരണമെങ്കിൽ ഈ സൗകര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ള തിരിച്ചറിവാണ് അതിലേക്ക് പ്രോജക്റ്റിലേക്ക് എന്നെ നയിച്ചത്. അന്ന് ഒരുപക്ഷെ ലോജിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരോടും അത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സ്ഥാപിതം വന്നത്. ചെറിയൊരു 8 ഏക്കർ സ്ഥലത്ത് തുടങ്ങാനുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഗ്രാജുവലി പിന്നീട് ആ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അത് മൊത്തം ഒരു 25 ഏക്കറിലേക്ക് ആ പ്രോജക്റ്റ് വളരുകയുണ്ടായത്. അതിന് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള പലരും ആത്മാർത്ഥമായ NRIs ആയിട്ടുള്ള അവർ സപ്പോർട്ട് തന്നിരുന്നു. അങ്ങനെയാണ് ഫാൽക്കൺ ഇവിടെ 2000 തുടങ്ങുന്നത്. തീർച്ചയായും പല ഘട്ടത്തിലും ആലോചിച്ച കാര്യമാണ്. ഡിഫറൻ്റായ പല പല പേരുകളും ഉണ്ടായിരുന്നു. ലോജിസ്റ്റിക്കിന് പൊതുവെ ചേരുന്ന ഒരു പേര് എന്ന രീതിയിലാണോ ഈ ഫാൽക്കൺ എന്ന പേര് എങ്ങനെയാണ് വരുന്നത്? അത് 1956 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഇത് ROC ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പേര് മറ്റൊരു കമ്പനിക്ക് ഇല്ലാതിരുന്നതിൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അങ്ങനെ പല പേരുകളും കൊടുത്ത് കിട്ടാവുന്നപ്പോഴാണ് ഒരു NRI ഇതിൽ ഇപ്പോൾ ഫാൽക്കൺ എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് എല്ലാവർക്കും, ഗൾഫ് കൺട്രീസിൽ പോയവർക്കൊക്കെ ഫാൽക്കൺ വളരെ സുപരിചിതമാണ്. അങ്ങനെ അവസാനം കൊടുത്തൊരു പേരാണ് ഫാൽക്കൺ. അപ്പോൾ അങ്ങനെ കമ്പനി വേറെ ഉണ്ടായിരുന്നില്ല അന്ന്. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ കിട്ടി. കമ്പനികളുടെ പേര് കൊടുക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ 3 പേര് കൊടുക്കണം, 3 കിട്ടാത്ത. അതുപോലെ ഞാൻ ആദ്യം 93 ഒരു കമ്പനിക്ക് പേര് ഇതുപോലെ കൊടുത്ത് അവസാനം കിട്ടാതെ വന്നപ്പോൾ അന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഫോർട്ട്നോക്സ് കൺസ്ട്രക്ഷൻസ് എന്ന് കൊടുത്തു. ഫോർട്ട്നോക്സ് എന്ന് പറയുമ്പോൾ
അമേരിക്കയുടെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ഫോർട്ട് നോക്സ്. ആ പേര് കൊടുത്തപ്പോൾ അതാണ് കിട്ടിയത്. അപ്പോൾ പേരുകളിൽ പലപ്പോഴും അങ്ങനെ വളരെയധികം വൈവിധ്യമാർന്ന പേരുകളിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടി വരും ഈ ഒരു പ്രശ്നം കാരണം. തീർച്ചയായും ഈ വ്യവസായ ലോകവും അതുപോലെ തന്നെ 25 വർഷം എന്ന് പറയുമ്പോൾ അതിനു മുമ്പൊരു ലോകമുണ്ട്. തീർച്ചയായും ഈ ഓണക്കാലത്ത് ശരിക്കും എന്നെ മുഹമ്മദ് കുട്ടി എന്ന വ്യക്തിയുടെ തുടക്കം എന്ന് പറയുന്നത് കുടുംബവും ജീവിതവും അല്ലെങ്കിൽ സ്വന്തം തറവാടൊക്കെ ആയിരിക്കും. ആ കാലവും ആ കാലഘട്ടത്തിലെ ആഘോഷങ്ങളും അല്ലെങ്കിൽ നാടും അങ്ങനത്തെ ആ പഴയ ഗൃഹാതുരത്വം തുളുമ്പുന്ന അത്തരം ഓർമ്മകൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ച് ശരിക്കും മലബാറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബ പാരമ്പര്യമാണ് എൻ്റെ അത്. ചെപ്പലാമന്തോള് എൻ്റെ ഫാദറിൻ്റെ തറവാട് അവിടെയാണ്. അവിടെ EMS-ൻ്റെ നാടിനൊക്കെ അടുത്ത് ആണ് പ്ലാമന്തോൾ എന്ന സ്ഥലം. അപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും അദ്ദേഹത്തിൻ്റെ ബ്രദറിനെയും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അപ്പം അന്ന് കുടുംബസമേതം അവിടെ നിന്ന് മലബാറിൻ്റെ അതിർത്തി ഭാരതപ്പുഴയാണ്, ചെറുതുരുത്തി. ഇപ്പുറത്ത് കൊച്ചിയാണ്, തിരുക്കൊച്ചി. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്റർ ഇപ്പുറത്ത് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു, മുളൂക്കര എന്ന സ്ഥലത്ത്. അപ്പോൾ അവർ അവിടെ ഒരു വലിയ അറിയപ്പെടുന്ന ഫാമിലി, അത്യാവശ്യത്തിന് നല്ല സാമ്പത്തികമായതുകൊണ്ട് അപ്പോൾ അവരുടെ തന്നെ ഇതായിട്ടുള്ള സ്ഥലം എടുത്തുകൊണ്ട് 23 ഏക്കർ സ്ഥലം വടക്കാഞ്ചേരിക്കടുത്ത് അവിടേക്കാണ് ഒന്നിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ കുടുംബം കംപ്ലീറ്റ് ആയിട്ട്. ഞാനൊന്നും ജനിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ. പിന്നീട് ഈ സമരത്തിന് ശേഷം 40-ന് ശേഷം പിന്നെ എല്ലാവരും ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ പലരും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്, മലബാറിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കുടുംബങ്ങൾ ഇവിടുന്ന് കല്യാണം കഴിച്ചവരെ കൂടെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം എൻ്റെ മദർ ഹൗസ് വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ തൊട്ട്, ശരിക്കും പറഞ്ഞാൽ കുളിക്കാൻ പോകുന്ന പോലെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു കുളത്തിലാണ്, എന്നുവെച്ചാൽ വീടിനടുത്ത് തന്നെ. അപ്പോൾ കാലത്ത് തന്നെ കേൾക്കുന്നത് അമ്പലത്തിലുള്ള പാട്ടുകൾ ഓം തത്വരേദ്യം പറഞ്ഞ് എന്ന് തുടങ്ങുന്ന ഒരു ഗാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് വളർന്നിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഫാദർ വളരെ ദീനിയായ ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറും ആയിരുന്നു. അദ്ദേഹം 1885 നടന്നുപോയി ഹജ്ജ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. അവിടെ പള്ളിയും പണിതിട്ടുണ്ട്. എൻ്റെ ഫാദറും അതുപോലെ തന്നെ അവിടെ ഒരു പള്ളി പണിതിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് കാലത്ത് ഞങ്ങൾ 5 മണി 5:30 എന്തായാലും വീട്ടിൽ എണീറ്റിരിക്കണം, നിർബന്ധം. അപ്പം അങ്ങനത്തെ ഒരു മാത്രമല്ല കാലഘട്ടത്തിൽ എൻ്റെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ അന്നൊന്നും ഇന്നത്തെ പോലെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ എല്ലാവരും, എല്ലാ കുടുംബങ്ങളും അതുപോലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവാണെങ്കിലും ഹിന്ദു ആൻഡ് മുസ്ലിം മിക്സഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഉള്ളത് അവിടെ. അവരുടെ ആഘോഷങ്ങളിൽ ഓണം വരുമ്പോൾ ഉത്രാടത്തിനൊരു വീട്ടിലായിരിക്കും, ഓണത്തിന് വേറെ വീട്ടിലായിരിക്കും. കാരണം ഞാനാണ് വീട്ടിലേറ്റവും ചെറിയ കുട്ടി, അതുകൊണ്ട് എന്നെയാണ് പറഞ്ഞുകൂടെ. വിഷുവിന് വേറെ വീട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലും വരും ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള. അപ്പം അതുകൊണ്ട് എല്ലാ മതങ്ങളുമായും എല്ലാവരുമായും ചേർന്നിട്ടുള്ളൊരു ജീവിത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇന്നങ്ങനെ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ ഓണത്തിന് എടുത്തു കഴിഞ്ഞാൽ ഹോട്ടലുകളിലാണ് ഓണസദ്യ, മനസ്സിലായി. അത് എല്ലാവരും വീട്ടിലുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ എനിക്ക് ചില ഹോട്ടലിൽ നിന്ന് പോലും എനിക്ക് കോൾസ് വന്നു, ഇപ്രാവശ്യം ഓണത്തിന് ഫാമിലി ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, നേരത്തെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറി, സാഹചര്യങ്ങൾ മാറി. പക്ഷെ അന്നത്തെ കാലത്തുള്ള ഒരു വ്യത്യാസം വളരെ ഇതാണ്. എൻ്റെ തൊട്ട വീട്ടിലുള്ളത് ഒരു ഭർത്താവ് മരിച്ച് 2 പെൺകുട്ടികളുള്ള ഒരു നാരായണൻ ചേർത്തി എന്ന് പറയും. അവർ ഒറ്റ സ്ഥലമുണ്ട്, കൃഷിയുണ്ടെങ്കിലും അത്യാവശ്യം കൂലിപ്പണി ഇങ്ങനെയുള്ളതൊക്കെ പോയിക്കൊണ്ട് ജീവിക്കുന്ന ഒരിതാണ്. അവർക്ക് നാട്ടുവൈദ്യം അറിയാം. അപ്പം നമ്മളൊക്കെ കാല് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് തട്ടി വരുമ്പോൾ അവരെ എണ്ണിട്ട് ഒഴിഞ്ഞ് കറക്റ്റും. അത് പ്രായമുള്ള ഒരു സ്ത്രീതാണ്. അപ്പോൾ ഉത്രാടം മിക്കവാറും അവരുടെ വീട്ടിലായിരിക്കും തൊട്ടുള്ള, മനസ്സിലായി. പിന്നെ വേറെ എൻ്റെ ഫാദറിനെ തന്നെ വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം നല്ലൊരു കർഷകനുമാണ്, അറിയപ്പെടുന്ന നല്ല കുറച്ച് സാമ്പത്തികമായിട്ടെല്ലാം ഉള്ളൊരു ആണ്. എല്ലാ ദിവസവും കാലത്ത് എൻ്റെ വീട്ടിൽ നിന്നിട്ട് ചായ കുടിക്കുക. കാരണം അത്രയും എൻ്റെ അപ്പയിട്ട് അത്രയും സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിരിക്കും ഓണത്തിന് സദ്യ. അതുപോലൊരു ശങ്കുണ്ണിയാശുണ്ട്, അപ്പാടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ രണ്ടും കാരണം വിഷുവിന് ഞാൻ അവിടെ ഉണ്ട്, ശങ്കുണ്ണിയാശൻ്റെ വീട്ടിലാണ്. എല്ലായിടത്തും എത്തണമല്ലോ. അപ്പോൾ എൻ്റെ നേരെ മൂത്തൊക്കെ സിസ്റ്റേഴ്സാണ്. പിന്നെ ഏറ്റവും ബ്രദേഴ്സ് 2 പേരിലൊക്കെ വളരെ ഏറ്റവും മൂത്ത ആളുകളാണ്, ഞാനാ ചെറുത്. അപ്പോൾ അതുകൊണ്ട് എന്നെയാണ് എല്ലായിടത്തും വിടുക.
തിരുവാതിരയ്ക്ക് ഊഞ്ഞാലാടാൻ അവിടെ ഒരു അപ്പുട്ടേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നല്ലൊരു പുള്ളിയുണ്ട്. അതിലാണ് മുള കൊണ്ടുള്ള ഊഞ്ഞാലിടും. മനസ്സിലായോ? ഞാൻ കുട്ടികൾ കയറില്ല, മുള, ശരിക്കുള്ള മുള എടുത്ത് ചതച്ച് അതിന് ഇട്ട് അടിയിലും മുളയുടെ ഇട്ടുകൊണ്ട് അതിലാണ്. ഈ കയറിനേക്കാൾ കൂടുതൽ ബലമാണെങ്കിൽ, മനസ്സിലായോ? അത് നല്ല ഹൈറ്റിൽ പോകും. അപ്പം അന്ന് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ആ തിരുവാതിരയ്ക്ക്, അതുപോലെ തന്നെ തിരുവാതിരക്കളികൾ, പിന്നെ ഈ അമ്പലത്തിൽ രാത്രി പോകുമ്പോൾ വാഴയുടെ ഇല വെച്ച് കെട്ടിക്കൊണ്ട് പൂതൻ കെട്ടിയിട്ടുള്ളൊരു ഇതൊക്കെ കാലങ്ങളിലൊക്കെ അത് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ രാത്രിയൊക്കെ ഞങ്ങൾ എണീക്കാറുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് ഈ നാടുമായി ജനങ്ങളുമായി ഒരു ബന്ധം വരുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു പണ്ട്. ഇന്നതില്ല. ഇന്ന് തമ്മിൽ കാണുന്നില്ലെന്ന്. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റുള്ളവർ തന്നെ കാണുന്നപ്പോഴാണ് വളരെ റെയറായിട്ടാണ്. ഇന്നിപ്പോൾ പേരിന് ആ ഒരു ദിവസം ഓണത്തിന് വേണ്ടി ആ വീട്ടിൽ പോകും, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരാന്ന് പോരുന്നല്ലാതെ മറ്റുള്ള ആ ഒരു ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് അന്നത്തെ ഓണത്തെയും ഇപ്പോഴത്തെ ഓണത്തെയും കുറിച്ചും ഒരു താരതമ്യപ്പെട്ട് നടത്തുമ്പോൾ നമ്മൾ കാണേണ്ട വസ്തുത. തീർച്ചയായും കുടുംബവും മറ്റു കാര്യങ്ങളും ഗൃഹാതുരപ്പെടുത്തുന്ന അന്നത്തെ ആ സാഹചര്യം ഇന്നില്ല. വർഗീയതയും ധ്രുവീകരണവും ജാതീയതയും പല പല പ്രശ്നങ്ങളും പൊളിറ്റിക്കലായും അല്ലാതെയൊക്കെ നാട്ടിൽ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പല ഘട്ടത്തിലും വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഉണ്ടാകുന്ന സുവർണ ഓർമ്മകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും ചെറുപ്പത്തിലെ ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കും. പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടവും അതിൻ്റെ പഠനവും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ എവിടേക്കായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ പഠിച്ചെല്ലാം വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ വടക്കാഞ്ചേരി തന്നെ വ്യാസ കോളേജ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗൾഫിൽ പോയി. പിന്നീടാണ് ഞാൻ BA എഴുതിയെടുക്കുന്നത്, ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അവിടെ ഉള്ളപ്പോൾ ഗൾഫിലുള്ളപ്പോഴാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സാമിനോട് ഒരു എക്സാം എഴുതും പ്രൈവറ്റായിട്ട്. അതിന് ശേഷം പിന്നീട് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ MA MBA ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അന്നും ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കൃത്യമായ ആവശ്യം എന്താണെന്നുള്ളത് ഉൾക്കൊണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്റേഴ്സ് 4 പേരിൽ 3 പേരും ടീച്ചേഴ്സാണ്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 80 വയസ്സിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടുമായിരുന്നില്ല. അന്ന് വലിയ പ്രശ്നങ്ങളാണ്. പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ, ടീച്ചറാണ്. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ബ്രദേഴ്സ് 2 പേരും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഒരു വിദ്യാഭ്യാസമായി, പക്ഷേ എനിക്ക് എന്നെ ശരിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, എഞ്ചിനീയറിങ്ങിന് വിടണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഗൾഫിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ആ ഒരു പണ്ട് മൂലം ചെറുപ്പത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ 4 കൊല്ലം പോവും. അതിനു മുമ്പേ ഗൾഫിലെത്തുക എന്നുള്ള നിലയ്ക്കാണ് പെട്ടെന്ന്, അതായത് സിവിൽ ഡിപ്ലോമ എടുത്തുകൊണ്ട് നേരിട്ട് ഗൾഫിലേക്ക് പോകാൻ. കാരണം എൻ്റെ ബ്രദേഴ്സെല്ലാം, എൻ്റെ സിസ്റ്റേഴ്സ് 2 പേര്, ബ്രദേഴ്സ് എല്ലാം വിത്ത് ഫാമിലി എല്ലാം ഗൾഫിലായിരുന്നു. അപ്പം അന്നത്തെ ആ കാലഘട്ടത്തിലെ ഗൾഫിൽ നിന്ന് വരുന്നവരെ കുറിച്ചൊരു നമുക്കൊക്കെ ഒരു മനസ്സിലൊരു വലിയതുണ്ടല്ലോ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ടീഷർട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കളർഫുൾ ടീഷർട്ട് എടുത്ത് ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും എന്നെ വന്നിട്ട് ഇത് എവിടെ നിന്നും ചോദിക്കുന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ, അപ്പോൾ അന്ന് പിന്നെ ഈ സ്പ്രേയുടെ, അന്നൊക്കെ സ്പ്രേ കിട്ടുക എന്ന് പറയുമ്പോൾ ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ വളരെ അത്തരത്തിലുള്ള കുറേ ഓർമ്മകൾ ഗൾഫിനെ കുറിച്ചിട്ടുള്ളുണ്ട്. ഗൾഫിലേക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് പോയി. പക്ഷെ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാജുവേറ്റ് ചെയ്തതും പിന്നീട് ബാക്കിയുള്ള വിദ്യാഭ്യാസത്തിലേക്കൊക്കെ ഞാൻ പോയി. പിന്നീട് MBA അല്ലെങ്കിൽ MPhil ഇതെല്ലാം എടുത്തത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടോ PhD എടുക്കാൻ കഴിഞ്ഞില്ല, സമയക്കുറവുണ്ട്, അത്രേ ഉള്ളൂ. മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് എടുക്കാൻ. ശരിക്കും ബാല്യകാലം കഴിഞ്ഞു, വിദ്യാഭ്യാസത്തിലെത്തി, ഇനി ഒരല്പം സ്വകാര്യതയിലേക്ക് പോകാമെന്ന് തോന്നുന്നു.
തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൻ്റെ അതിന് ശേഷം അതിനോട് ഇടയിലൊക്കെ ആയിരിക്കാം വിവാഹം, ആലോചനകൾ, മറ്റ് സംഭവങ്ങളൊക്കെ സംഭവിച്ചിരിക്കുക. എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും ഡിഫറെൻ്റ് ആണ്. അറേഞ്ച്ഡായ മാരേജുകളും അതുപോലെ തന്നെ കുടുംബം ഇടപെട്ടും, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഒരു യാഥാസ്ഥിതി കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾക്ക് വലിയ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ പരിധി വിട്ട് സഞ്ചരിച്ചുകൊണ്ടോ അതിർത്തിക്കപ്പുറം കടന്നത് കൊണ്ടോ അന്നുള്ള എന്താണ് പറയുക പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അന്ന് പ്രണയത്തിനുള്ള ചാൻസ് കുറവാണല്ലോ ഇന്നത്തെ പോലെ. അന്ന് നേരിട്ട് സംസാരിക്കാൻ പോലും പേടിയാണ്. അന്ന് പലൊരു കത്ത് കൊടുക്കണമെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും എത്ര പ്രശ്നങ്ങൾ എടുക്കും ഒരു കത്ത് കൊടുക്കാൻ. അപ്പോൾ ആ സാഹചര്യങ്ങൾ അന്നില്ല. അന്നത്തെ ഒരു കോളേജിലൊക്കെ വരുമ്പോഴാണ് പിന്നെയും കുറച്ചുകൂടി അതിനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നത്. അല്ലാത്ത ഇന്നത്തെ പോലെ തന്നെ ഇന്നിപ്പോൾ വാട്സപ്പിലൂടെ കാലഘട്ടത്തിൽ തന്നെ മെസ്സേജ് അയക്കലും ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു. അന്നുള്ള ചാൻസുകൾ കുറവാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നേരത്തെ തന്നെ ഗൾഫിൽ പോയി. അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയ ആളാണ്. എൻ്റെ ഫാദറിന് ആ സമയത്തൊരു ബൈപ്പാസ് സർജറിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ അവർ മാത്രം ഒറ്റയ്ക്കായപ്പോൾ ഫാദർ നിർബന്ധമായിരുന്നു എൻ്റെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 21ാമത്തെ വയസ്സിലും കല്യാണം കഴിച്ചു. അന്ന് എൻ്റെ വൈഫ് പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ എന്നിരിക്കുകയാണ്. 17 വയസ്സുള്ളൂ. ഇന്നാണെങ്കിൽ പ്രശ്നമാണ്, അകത്ത് കൊണ്ടുവരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളപ്പോൾ കുടുംബം അവർ തീരുമാനിക്കുന്നു, നമ്മളതനുസരിച്ചിട്ടുള്ള ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ വരുന്നൊരു ഭാര്യയുടെ പേര് മീന എന്നാണ്. അത് പലർക്കും പ്രശ്നമുണ്ട്. പലരും ഈ വൈഫിൻ്റെ പേര് ഫുള്ള് വായിക്കുമ്പം മീന മുഹമ്മദ് ഊട്ടി എന്നുകൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പഠിക്കും. എല്ലാവരും നോക്കും വല്ല ഇന്റർകാസ്റ്റ് എന്നുള്ള. ഈ വൈഫിൻ്റെ ഫാദർ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനൊരു ആ പേരുകളിൽ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പേരുകൾ ഇങ്ങനെ ഇടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അദ്ദേഹം അങ്ങനത്തെ ഒരു പേരാട്ടത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ റവല്യൂഷൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്. അവരുടെ മാഡത്തിൻ്റെ വീടൊക്കെ എവിടെയാണ്? എടവനക്കാടാണ് വൈപ്പിൻ. അങ്ങനെയാണ് എറണാകുളത്ത് വരാനുള്ളൊരു കണക്ഷൻ. ഇല്ല, അതിന് മുമ്പും എറണാകുളമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങൾ, എൻ്റെ ഒട്ടനവധി സുഹൃത്തുക്കളും ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സുമായിട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു അത് എറണാകുളമാണല്ലോ പണ്ട് മുതലേ. കൊച്ചിയൊരു വാണിജ്യ തലസ്ഥാന എന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും. തീർച്ചയായും. പിന്നെ വിവാഹം കഴിഞ്ഞ് മക്കളും മറ്റു കുടുംബ അംഗങ്ങളും? 3 പെൺകുട്ടികളാണ്. 3 പേരും വെൽ സെറ്റിൽഡ്, കല്യാണം കഴിഞ്ഞ് പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നു. അവരുടെ കുടുംബം അതുമായിട്ട്. കുടുംബത്തോടൊപ്പം ആരെങ്കിലും? ആരുമില്ല, ഞാനും വൈഫ് മാത്രമാണ്. അവരൊക്കെ അവരുടെ ലൈഫ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. കാരണം എല്ലാം പ്രൊഫഷണൽസ് ആകുമ്പോൾ അവരുടെ രീതിയിൽ പോകുമല്ലോ. ഓക്കെ. ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഒരു സംരംഭകനാകുക, ഒരു ബിസിനസ്സുകാരനാകുക, അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് വരിക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനെങ്ങനെയാണ് പ്രായോഗികവൽക്കരിച്ച് അതൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഞാൻ ഗൾഫിലുള്ള സമയത്തും എൻ്റെ സുഹൃത്തുമായി ചേർന്നിട്ട് ഇവിടുന്ന് പല സാധനങ്ങളും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ബസ്മതി റൈസൊക്കെ ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് കുറച്ച് ചെറിയ നിലയ്ക്ക്, വലിയ ഇതിലല്ല, അന്ന് ആ കാലഘട്ടത്തിൽ കുറച്ച് അന്നത്തെ ഈ ബസ്മതി റൈസ് കൂടുതലും പാകിസ്ഥാനിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ ഇന്ത്യൻ അത്ര ഇതായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ പഞ്ചാബിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരെന്നുള്ള ആൾ പഞ്ചാബിയായിരുന്നു. ശരി, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അദ്ദേഹം ഞാനും കൂടിയിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ പല ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഞാൻ പുറത്ത് പോയിട്ട് ഈ അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. പിന്നെ അതും പക്ഷേ അത്രണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് കഴിയാത്തൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 80കളിൽ ഞാൻ ഗൾഫിലുള്ളപ്പോൾ എനിക്കിവിടെ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഒരുപക്ഷെ അന്ന് ആ പ്രൊഡക്റ്റ് ഇവിടെ പലതും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ കോയമ്പത്തൂരുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്തു. വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട്, അന്ന് വാഷിംഗ് മെഷീൻ ഇവിടെ ഇല്ല, കേരളത്തിലില്ല, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇല്ല. ഗൾഫിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരായിരുന്നു ആവശ്യങ്ങൾക്കൊക്കെ. അങ്ങനെയുള്ള
അപ്പോൾ അതിനുവേണ്ടി ഇത് ചെയ്തു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ അന്നത്തെ മാനുഫാക്ചറിങ് പുതുതായിട്ട് കൊടുക്കുമ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിലിൽ പോകണം. അപ്പോൾ അതും നടന്നില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് എന്നോട് ഏറ്റവും നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള എനിക്കൊരു ഇത് പറഞ്ഞിരുന്നു. പക്ഷേ അത് അതിൻ്റെ കോസ്റ്റിംഗ് എടുത്തപ്പോൾ ഈ പോൺസ് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള 2-3 കമ്പനികൾക്ക് അത്തരം പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റു കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതും പിന്നെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ബാക്കിയുള്ളവർക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് പിന്നെ അന്ന് അതൊന്നും നടന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ 90 വന്നതിന് ശേഷം ഞാൻ ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാർഡ് എടുത്തത് ഞാൻ അവിടെയാണ്. ഹർഷദ് മേത്ത വിഷയൊക്കെ വരുന്നതിന് മുമ്പ് BSE ബോംബെ ഇവിടെ കൊച്ചിയിൽ ഒത്തിരി നാൾ ഒരു 6 മാസത്തോളം കാർഡ് യൂസ് ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഹർഷദ് മേത്ത വിഷയൊക്കെ വന്നപ്പോഴാണ് പതിയെ തൽക്കാലം ഞാൻ അതിൻ്റെ ഒരു ബ്രാഞ്ച് കാലിക്കറ്റ് ആദ്യമായിട്ട് സ്റ്റോക്ക് ഷെയർ ബ്രോക്കിംഗ് ഫേം കൊണ്ടുവന്ന് ഞാനാണ്. അന്ന് അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലയൻസ് അവിടെ നിന്നുണ്ടായിരുന്നു ബന്ധങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഓഫീസ് ഇട്ടു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓഫീസ് കുറച്ച് നന്നായിട്ട് ബിസിനസ്സൊക്കെ ആയപ്പോൾ അതിന് ശേഷം പിന്നീട് എൻ്റെ ഒരു പഴയ സുഹൃത്ത് മഞ്ചേരിയിൽ ഒരു പെയിൻറ്റ് കമ്പനി നടത്തിയിരുന്നു. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഗൾഫ് പോകേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു സഹായിക്കണം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കോഴിക്കോടുള്ളപ്പോൾ തന്നെ മഞ്ചേരിയിലെ പെയിൻറ്റ് കമ്പനി ഏറ്റെടുത്തു. മലപ്പുറം ജില്ല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ വളർത്തി കൊണ്ടുവന്നു. അപ്പോൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു ടെക്സ്റ്റൈലിൻ്റെ ഒരു ഇത് പുതുതായിട്ട് അങ്ങനെ ടെക്സ്റ്റൈൽ തുടങ്ങി. മഞ്ചേരിയിലൊരു സുറുമ ടെക്സ്റ്റൈൽസ് കൊണ്ട് ഇങ്ങനെ അവിടുത്തെ ആ പേര് മലപ്പുറത്തിൻ്റെ മഞ്ചേരിയുടെ ഇതിന് ചേരുന്ന പേരാണല്ലോ മലബാർ ടച്ച്. അത് തുടങ്ങി നന്നായി സക്സസ് ആയപ്പോൾ അതിനോടുകൂടി ഒരു അഡീഷണൽ ഷോപ്പ് എടുത്ത് ഒരു സാരി സെൻറ്റർ തുടങ്ങി. അതിന് മൊഞ്ചത്തി എന്ന് പേരിട്ടു. എല്ലാ ഗൃഹാതുരത്തോടുള്ള പേരുകളാണ്. അപ്പോൾ അത് വളരെ നന്നായി വന്നിരുന്നു. പക്ഷേ ആ സമയത്താണ് എൻ്റെ കുട്ടികൾക്ക് അവിടുത്തെ എഡ്യൂക്കേഷൻ അത്ര ഇതല്ല. ഞാനിവിടെ കളമശ്ശേരി സെൻറ്റ് ജോസഫിലൂടെ ചേർത്തു. അപ്പോൾ അവർക്ക് ചില ഈ വീട് വിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഇങ്ങോട്ട് മാറുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇവർക്കൂടെ ഹോസ്റ്റൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഫൈനലി കുട്ടികളുടെ വിദ്യാഭ്യാസമാണല്ലോ, ഞാനങ്ങനെ കളമശ്ശേരി വന്ന് സെറ്റിൽ ചെയ്യാണ് ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുന്ന് പോയി വന്ന് ആ ബിസിനസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഫസ്റ്റിൽ പെയിൻറ്റ് കമ്പനി ഞാൻ അത് കുറച്ചൊരു വളരെ ഫോക്കസ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടത് വേറെ ആൾക്ക് കൊടുത്തത്. രണ്ടാമത് പിന്നെ ടെക്സ്റ്റൈലും ഗ്രാജുവലി ഞാൻ ഒഴിഞ്ഞു. ഞാൻ വേറെ ആൾക്ക്, എൻ്റെ ഒരു പാർട്ട്ണറിൻ്റെ ആൾക്കെന്നെ കൊടുത്ത് അത് മാറി. ഒരു ബിസിനസ്സുകാരെന്ന രീതിയിലുള്ള ഒരു ചാണക്യ ബുദ്ധിയുടെ ഭാഗമല്ലേ ഇത്തരത്തിലുള്ള ഒരു പിന്നീട് ഈ പറയുന്ന ഇൻഡസ്ട്രി എന്തായി എന്ന് പിന്നീട് നോക്കുമ്പോൾ അത് ഡെവലപ്പ് ആയിരുന്നു? അല്ല, അവർക്കത് നടത്തിക്കൊണ്ടാൻ പറ്റില്ല. ഞാൻ വളരെ നന്നായിട്ട് ഇത് കൊണ്ടുവന്നാണ്. ആ ടെക്സ്റ്റൈൽ പോലും പൂട്ടി അവർ. സോ അതിൽ മനസ്സിലാക്കേണ്ട ഏത് എൻ്റർപ്രൈസ് ആണെങ്കിലും നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ ട്രെൻഡ്സ് മാറി വരും. മാറുന്ന ട്രെൻഡ് അനുസരിച്ച് നമ്മളൊപ്പം നിന്ന് അതിനെ കൊണ്ടുപോയാൽ മാത്രമേ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അത് ചേഞ്ചസ് എപ്പോഴും വരും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്, പണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഷേവിങ്ങിന് പണ്ട് ബ്ലേഡ് ഗൾഫിലൊക്കെ ഈ 7 o'clock മീറ്റർ ബ്ലേഡാണ് ഭയങ്കര ഡിമാൻഡായിരുന്നു, ഒരു പച്ച കവറോട് കൂടിയിട്ട്. ഇന്ന് ആ ബ്ലേഡ് ഷേവിന് ഉപയോഗിക്കുന്നില്ല. ഇന്നൊക്കെ ഗാഡ്ഗറ്റ്സ് വന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വന്നു, മാറിക്കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ തന്നെ ഇപ്പോൾ ഈ ക്യാമറ, പണ്ട് നമ്മൾ ഫിലിം റോൾ ഇടുന്ന ഇതായിരുന്നു 36 എവിടെ പോകുമ്പോഴും 2 റോള് വാങ്ങിച്ചിട്ടില്ല, ടൂറ് പോകുള്ളൂ. ഇന്നുണ്ടോ? ഇന്നിപ്പോൾ മൊബൈലിൽ പോലും വന്നു കഴിഞ്ഞു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ വരും. അപ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്നതിന് റീ എഞ്ചിനീയറിങ് നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ IT സെക്ടറിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, AI വന്നപ്പോൾ ഒട്ടനവധി ആൾക്ക് ജോലി പോകല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെ. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം ഞാൻ ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് കൂടിയിട്ട് 1-2 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു. അതിലൊന്നാണ് മാജിക് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചിക്കനെ പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ, ഫ്രീസറിൽ ചിക്കൻ ഉണ്ടെങ്കിൽ എടുത്തു നേരെ പ്രഷർ കുക്കറിൽ 5 മിനിറ്റ് മതിയല്ലോ ചിക്കൻ വേവുന്നതിന്.
അതിൻ്റെ കൂടെ ഈ പാക്കറ്റ് പൊടിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി റെഡിയാണ്. നിങ്ങൾക്കൊരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ ചിക്കൻ ഫ്രീസറിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി കൊടുക്കാം. അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്രൊഡക്റ്റ്. പക്ഷേ ആ പ്രൊഡക്റ്റ് വളരെയധികം ആക്സെപ്റ്റ് ചെയ്തു, കണ്ടമാനം എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ മാർക്കറ്റിംഗ് എന്നെ ഏൽപ്പിച്ച് അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഓൾ കേരള വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഈ എല്ലാവരും ആദ്യം ഒരു ടേസ്റ്റിന് വാങ്ങിക്കും, പക്ഷേ സെക്കൻഡ് സെയിൽസിൽ വരുമ്പോൾ അത് കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ റിപ്പോർട്ട് അവർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ കുട്ടനിലൊരു ഫാക്ടറി പോലും ഉണ്ട് കേട്ടോ അതിന്, സ്പൈസസിൻ്റെ അതായിട്ടുള്ള ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ റിപ്പോർട്ട് കൊടുത്തു, ഇതിൻ്റെ കൂടെ നമ്മൾ കോണ്ടിമെൻറ്റ്സ് പലതും കൂടി പാക്ക് ചെയ്തുകൊണ്ട് ഈ ബ്രാൻഡിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അന്ന് സാറാസ് പോലെ വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ഈ പറയുന്ന കോണ്ടിമെൻറ്റ്സിൻ്റെ ഉള്ളൂ. ഇന്നിപ്പോൾ ഈസ്റ്റേൺ പോലുള്ള പല കമ്പനികളും കയറി വന്നു, വലിയതിലെത്തി. ഞാൻ പറയുന്നത് 93-94 കാലഘട്ടത്തിലാണ് പറയുന്നത്. അന്ന് അത്ര കമ്പനികളില്ല. അപ്പോൾ അന്ന് അവരത് നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു വണ്ടി ഒരു മാർക്കറ്റിങ്ങിന് പോകുമ്പോൾ അതിൽ 10 പ്രൊഡക്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടി, അതിൽ മഞ്ഞപ്പൊടി പലതും ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞു. ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയല്ല പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ബാക്കിയുള്ളവർക്കും അതുകൊണ്ടൊരു അഡീഷണൽ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള പ്രൊഡക്റ്റ് പോയി അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാകുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഗ്രാജുവലി പുഷ് ചെയ്യാം. കാരണം മറ്റൊരു പുതിയ ഇൻവെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ഏത് പ്രൊഡക്റ്റും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് വരാൻ. അതൊരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ അതിൽ എൻ്റെ എല്ലാ പ്രൊഡക്റ്റും ആ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ കൊടുത്തു, പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ്, പിന്നെ എന്തിനാ നമ്മൾ സെപ്പറേറ്റ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ സാലറി വാങ്ങിച്ച് ഈ ഒരു വണ്ടിയും തന്ന സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഓടുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടി. മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ വിട്ടുകൊണ്ടല്ല. അതിൽ എൻ്റെ മാർക്കറ്റിംഗ് മാനേജറിലൊക്കെ ഒരു ടി എ ജോർജ് എന്നൊക്കെ പറഞ്ഞ നെസ്ലയുടെ ചീഫായിരുന്ന ഒരാളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കുഴപ്പമില്ല, ഈ മാനേജ്മെൻറ്റ് ഈ മറ്റൊരു പ്രൊഡക്റ്റ് വേണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അതാണ്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇനി എന്ത് എന്നുള്ള ഇരിക്കും. ഞാനൊരു വീട് വയ്ക്കാൻ ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നത്. എൻ്റെ ടെക്സ്റ്റൈലൊക്കെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു സ്ഥലം വാങ്ങിച്ചു യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് 94-95 അപ്പാർട്ട്മെൻറ്റ്സ് എറണാകുളത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഈ സ്ഥലം വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് പോലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് വീട് അവിടെ ഉപേക്ഷിച്ചു. വീട് വേണമെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഒന്നും എടുത്താൽ മതിയല്ലോ. ഞാൻ ആ സ്ഥലത്ത് അപ്പാർട്ട്മെൻറ്റ് പണിയാൻ തുടങ്ങി. ഒരു 8 സ്റ്റോറിയുടെ അപ്പാർട്ട്മെൻറ്റ്, 8 ഫ്ലോറ് ഉള്ള 28 അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ തുടങ്ങി. 95 കഴിഞ്ഞ് 96 ആയപ്പോൾ റിസഷൻ വന്നു. 5 ഫ്ലോർ എത്തുമ്പോഴത്തേനും എനിക്ക് നിർത്തേണ്ടി വന്നു. മൊത്തം 8 ഫ്ലോറാണ്. ഇവിടുത്തെ എറണാകുളത്തുള്ള ഒട്ടുമിക്ക അപ്പാർട്ട്മെൻറ്റ്സും അന്ന് പ്രശ്നങ്ങളിലായിരുന്നു. ടേക്കേഴ്സ് ഇല്ല, പലതും അന്ന് ജപ്തി പ്രശ്നങ്ങൾ വന്നു. ഈവൻ നമ്മുടെ ലീമഡിൻ്റെ അപ്പുറത്തൊരെണ്ണം ഒരു ഇപ്പോഴും പണി തീരാതെ അങ്ങനെ അതായത് നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് അന്നുള്ളതാണ്, 95-ലുള്ളതാണ്. അപ്പം അന്ന് എടപ്പള്ളി പോലും അപ്പാർട്ട്മെൻറ്റ് ഇല്ല കേട്ടോ. ആ സമയത്ത് ഞാൻ കളമശ്ശേരി അന്നത്തെ ഈ ഏരിയയിലെ ആദ്യത്തെ ബിൽഡറാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് എനിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റു, മറ്റുള്ള പലതും ചെയ്തു. ശരിക്കും ബുദ്ധിമുട്ടിയുണ്ട്. എന്നുവെച്ചാൽ വളരെയധികം ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടിയ സമയം വന്നാണ്. അങ്ങനെ പക്ഷേ അതൊന്ന് എന്ത് വഴി നമ്മൾ അതാണല്ലോ. ഞാൻ അതിനു വേണ്ടി ആലോചിച്ചപ്പോഴാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അന്ന് ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർ അടിയോടിയാണ് അന്നത്തെ VC. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇതിൽ കുറച്ച് സ്റ്റുഡൻസിന് ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് കിട്ടുമോ വെച്ചു. പെൺകുട്ടികൾക്ക് അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തുകൊണ്ട് ഹോസ്റ്റലാക്കി. ഒരു പ്രൈവറ്റ് സെക്ടറിൽ അത്തരത്തിൽ അങ്ങനെ വലിയ ഹോസ്റ്റൽ ഉണ്ടാക്കുന്ന മിഷണറീസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഉണ്ടായിരിക്കാം. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ആദ്യമായിട്ട് 100 പിള്ളേരുടെ സ്റ്റുഡൻസിൻ്റെ ഫെസിലിറ്റി ഉണ്ടാക്കി. പക്ഷേ
അടിയോടി മാറിപ്പോവുകയും ചെയ്തു. അന്നത്തെ ഗവൺമെൻറ്റായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായിട്ട് ഈ എഗ്രിമെൻറ്റ് വന്നതുമില്ല. ഞാൻ സ്വന്തമായിട്ട് നടത്തേണ്ടി വന്നു. 12 സ്റ്റുഡൻസ് എനിക്ക് ആകെ കിട്ടിയത്. പക്ഷേ പിറ്റത്തെ വർഷം കൂട്ടി 100 പിള്ളേരും വരുന്നൊരു ഇതുണ്ടായി. ഒരു 4 വർഷം 5 വർഷം നന്നായി നടത്തിയാൽ അപ്പോഴത്തേനും മാർക്കറ്റും നന്നായി. അത് റിയൽ എസ്റ്റേറ്റിലെ ഞാൻ ബാക്കി 3 ഫ്ലോറും കൂടി പണിത് ഹോസ്റ്റൽ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ അപ്പാർട്ട്മെൻറ്റുകളാക്കി ഹോസ്റ്റൽ നിർത്തി. കളമശ്ശേരിയിൽ ഇന്ന് നിങ്ങൾ നോക്കിയാൽ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ 4 പുറമുള്ള എല്ലാ വീടുകളുടെയും അപ്സ്റ്റേഴ്സ് മുഴുവൻ ഹോസ്റ്റൽസാണ്, സ്റ്റുഡൻസാണ് താമസിക്കുന്നത്. ഞാൻ ഈ ഹോസ്റ്റൽ തുടങ്ങിയ ശേഷമാണ് ഈ വീടുകളുടെ മുകളിലെല്ലാം ഇതൊന്ന് ഇത് സക്സസ് ആയപ്പോൾ ഞാൻ ബോയ്സിന് വേണ്ടി 200 പേർക്കുള്ള ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി ബാക്കിൽ വേറെ സ്ഥലത്ത് തുടങ്ങി. ഞങ്ങൾ ഗൾഫിലുള്ള കുറച്ച് പേർ കൂടിയാണ് എടുത്തത്. പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റി തന്നെ വേറെ ഹോസ്റ്റൽ കൊടുത്തപ്പോൾ അത് ഞങ്ങൾ കൊടുത്തു, ഒരാൾക്ക് വിറ്റു. അപ്പോഴാണ് 2000 പിന്നെ ഈ 99 വിദ്യാഭാരതിയുടെ ആശയം വരുന്നതും. അതും മറ്റുള്ള കോളേജോ സ്കൂളോ അല്ല, വ്യത്യസ്തമായ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. സ്റ്റുഡൻസിന് പുറത്തു പോകാതെ തന്നെ ഇവിടെ പഠിക്കാൻ കഴിയണം. അന്ന് എൻജിനീയറിംഗ് വേണമെങ്കിൽ തമിഴ്നാടോ ബാംഗ്ലൂരോ പോകണം, കർണാടകത്തിലോ പോകണം. അപ്പോൾ അത് പോകാതെ അതിന് പകരം എന്തെങ്കിലും അല്ലാത്ത കോഴ്സുകൾ ഇവിടെ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവന്ന നിലയ്ക്കാണ് വിദ്യാഭാരതി എസ്റ്റാബ്ലിഷ് ചെയ്ത് 2000 ആദ്യമായി ഓൺലൈൻ എഡ്യൂക്കേഷൻ വരെ കൊണ്ടുവന്നു. IT പ്രോഗ്രാംസാണ് കൊണ്ടുവന്ന്. അതിനുശേഷം ബയോടെക്നോളജി കൊണ്ടുവന്നു. പിന്നീടാണ് ACC ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 2002. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്നത് കൊണ്ടുവരുന്നത്. ഇന്ന് ഒട്ടനവധി ACC സെൻറ്റേഴ്സിന്, പക്ഷെ അന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് വിദ്യാഭാരതിയാണ്. അമേരിക്കയിലെ കാർണഗി മെല്ലൺ യൂണിവേഴ്സിറ്റി 2001 കണക്ടിവിറ്റി ഇല്ല അന്ന്. അതേപോലെ വിദ്യാഭാരതി ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ എക്സാം സെൻറ്ററാണ്. അതുപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സും. ഇന്ത്യയിൽ ആദ്യത്തെ എല്ലാ സൗകര്യങ്ങളോടുള്ള ഇൻ്റഗ്രേറ്റഡ് പാർക്ക് ഫാൽക്കണാണ് ആദ്യത്തെ പ്രോജക്റ്റ്. കേരളത്തിൽ അന്ന് ലോജിസ്റ്റിക്സ് ഇല്ല, പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വല്ലാപ്പാടം വരുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ഒരു ഈ കണ്ടെയ്നർ ഫേസ് സ്റ്റേഷൻ ഫാൽക്കന് മാത്രമേ ഉള്ളൂ. മറ്റ് ഗവൺമെൻറ് പോർട്ടലുണ്ട്, അതല്ലാതെ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അപ്പോൾ ഏത് ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഏത് അത്തരം പ്രോജക്റ്റും കൊണ്ടുവരുമ്പോൾ ആദ്യത്തിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു നടത്തിയെടുക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ട്. ACC കൊണ്ടുവന്ന സമയത്ത് 2 സ്റ്റുഡൻസുള്ള എൻ്റെ മോളും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ പിന്നെ ഒരു 5-8 പിള്ളേരെ കിട്ടുന്നു. പിന്നീട് അങ്ങനെ വിടുന്നു. ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും പോയിട്ട് ഈ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്, ബറോഡയിലെ MS യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ അഹമ്മദാബാദിലെ യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക, അതായത് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ ഭാരതിയാർ, ഭാരതിദാസൻ, ഇവിടെ എല്ലാം അങ്ങനെ ഈ കോഴ്സിനെ പറ്റി അതിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു 100 കുട്ടികളോളം ആ കോഴ്സിന് കിട്ടുന്നത്. നേപ്പാളിൽ നിന്ന് വരെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട് ഈ കോഴ്സിന്, അവിടുന്ന് കുട്ടികൾ കൊണ്ട്. നേപ്പാളിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഐഡിയ മൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സക്സസ് ആകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ സർവേ നടത്തി കണ്ടുപിടിച്ചാൽ പിന്നെ അതിനോട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഫാൽക്കൺ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 1 മാസത്തിലധികം ഞാൻ റോഡ് ഓൺ ദ റോഡ് ഞാൻ വണ്ടിയുമായിട്ട്, അന്നൊരു KK മേനൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഞാനും പിന്നെ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം അടുത്ത് മരിച്ചപ്പോഴേ മിലിറ്ററിയിലുണ്ടായിരുന്നൊരു എക്സ് മിലിറ്ററി ആയിരുന്ന ആളാണ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഒരു എല്ലാ ലോജിസ്റ്റിക് സെൻറ്റേഴ്സും പറയുമ്പോൾ അന്ന് ട്രക്ക് പാർക്കിംഗ് സെൻറ്റേഴ്സാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള സേലം, നാമക്കൽ, കോയമ്പത്തൂർ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, അതുപോലെ അത് കഴിഞ്ഞ് കർണാടകത്തിലെ എല്ലാ സ്ഥലങ്ങളും, പിന്നെ ആന്ധ്രയിലെ എല്ലാ സ്ഥലങ്ങളും, ഒറീസ, അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ്, പിന്നീട് വീണ്ടും ഇങ്ങോട്ട് കർണാടകത്തിലേക്ക് കടന്നുകൊണ്ട് ഹുബ്ലി കഴിഞ്ഞ് നേരെ മഹാരാഷ്ട്ര പിന്നീട് ഗോവ വന്ന് തിരിച്ച് വീണ്ടും കാർവാർ വഴി ഇങ്ങനെ വന്ന്
മൈസൂരിൽ നിന്ന് പിന്നീട് കേരളത്തിലേക്ക് എത്തി. ഒരു മാസത്തിലധികം എടുത്തു. അവിടുത്തെ ഞങ്ങളാണ് ഇന്ത്യൻ ഓയിലിന് വേണ്ടിയിട്ട് അന്ന് പെട്രോ കാർഡ് പ്രൊമോട്ട് ചെയ്തത്. പെട്രോ കാർഡ് അന്ന് ലോഞ്ച് ചെയ്തപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ത്യൻ ഓയിലും അതിൻ്റെ കൂടെ ഞങ്ങളെ സഹായിച്ചു പല സ്ഥലങ്ങളിലും. അതിൻ്റെ ഓഫീഷ്യൽസ് വന്ന് പെട്രോ കാർഡും ചെയ്യുമ്പോൾ ഫാൽക്കണ്ട്. അപ്പോൾ അന്ന് കർണാടകയിൽ എവിടെയോ പെട്രോൾ പമ്പ് ആദ്യം നടത്തിയിരുന്നു. അങ്ങനെ അത് അന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ ഞാൻ ഇത്രയും സ്ഥലങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്ത് ഇന്ത്യൻ ഓയിലിൻ്റെ ഫെസിലിറ്റീസും ഞാൻ ഉണ്ട്. അപ്പോൾ അന്ന് കൊക്കോ എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിട്ട് അവർക്ക് സക്സസ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡാറ്റാസ് എടുത്തിങ്ങനെ വരുന്നതിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ചെയർമാൻ അടക്കം കിട്ടി. അപ്പോൾ അന്ന് ഡിസംബറിലായിരുന്നു ചെയർമാൻ ഇവിടെ പൂനെയിൽ അന്നത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഹെഡിനെ DGMനെ വിളിച്ച് പറഞ്ഞു, എനിക്കൊരു കേക്ക് കൊടുത്ത് അയച്ചു. എന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഡേ ബോംബെയിൽ വരുമ്പോൾ ഒരു മീറ്റിങ്ങിന് 2 മണിക്ക് അപ്പോയിൻമെൻറ്റ് വന്നു കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ചെയ്തു. അദ്ദേഹം എന്നോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പല വിസിറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഈ കൊക്കോൻ്റെ ഫെയിലിയർ എന്താണെന്നുള്ളത് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു. അങ്ങനെ എനിക്ക് നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഇന്ത്യൻ ഓയിൽ ചെയർമാനായിട്ടുള്ള മീറ്റിംഗാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ ചെയർമാനെ കാണുമെന്ന് പറയുമ്പോൾ ചെറിയൊന്നുമല്ല. അന്ന് ഒരു ഫാൽക്കൺ അറിയപ്പെട്ടു വന്നിട്ട് പോലുമില്ല. അതിൻ്റെ മാർക്കറ്റിങ്ങിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ട് കൊക്കോ സക്സസ് ആയില്ല, അതിനെടുക്കേണ്ട ചില സ്റ്റെപ്സും. അതിൽ ബിജാപ്പൂരിലാണ് ഏറ്റവും വലിയൊരു പമ്പുള്ളത്. ക്യൂ നിന്നിട്ട് വേണം നമുക്ക് അവിടെ ട്രക്സും ബാക്കിയൊക്കെ ഇത് ചെയ്യുന്നത്. ആ പമ്പിൻ്റെ അവിടുത്തെ ഇതും ബാക്കിയുള്ള പമ്പുകളിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം ഒരു വണ്ടിയുടെ ടാങ്ക് 200 ലിറ്റർ കപ്പാസിറ്റിയാണ് സാധാരണ. പക്ഷേ എല്ലാ ട്രക്കിനും ഡബിൾ ടാങ്ക് ഉണ്ടായിരിക്കും, 400 ലിറ്റർ. 400 ലിറ്ററിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 1 ലിറ്ററിന് 2 കിലോമീറ്ററാണ് കിട്ടുക ട്രക്സിന്. അപ്പോൾ കാരണം ഹ്യൂജ് ഹെവി ട്രക്സൊക്കെയാണ്. അപ്പോൾ ആവറേജ് 400 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൊക്കോ ഫെസിലിറ്റി അങ്ങനെ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. ഇത് പലയിടത്തും, ചിലത് അടുത്തുണ്ട്, ചിലത് വളരെ ദൂരെയാണ്. അപ്പോൾ ഒരു പെട്രോ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ഈ ഇന്ത്യൻ ഓയിൽ ഫെസിലിറ്റി മാത്രം യൂസ് ചെയ്യണമെങ്കിൽ കൊക്കോ ഫെസിലിറ്റി ഇതുമാതിരി ഇത് ചെയ്യണം എന്നുള്ളത് അത് അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒത്തിരി കോൺടാക്ട്സ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു പമ്പ് ഏതെങ്കിലും എടുത്തൊന്ന് സക്സസ് ആക്കി തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വെറും 1000 ലിറ്റർ മാത്രം ഡീസൽ സെയിലുള്ള നമ്മുടെ ഹുസൂറിൽ നിന്ന് കുറേ ഇപ്പുറത്തൊരു കാടിനുള്ളിൽ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അത് അവർ ഒന്നും ചെയ്യാൻ പറ്റാതെ ആർക്കും വേണ്ടാതെ കിടക്കുന്നതാണ്. അത് ഏൽപ്പിച്ചു. ഞാനിവിടുന്ന് പുലർച്ചെ 2 മണിക്ക് പോവും, കാലത്ത് അവിടെ എത്തും. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം വെച്ചിട്ട് പോയി അതിനെ 15000 ലിറ്റർ പെർ ഡേ സെയിലാക്കി. 1000 ലിറ്ററിൽ നിന്ന്. അതങ്ങനെ ഞാൻ പറയുന്നത് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്താൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിന് സക്സസ് ആക്കുക. അതിൽ പിന്നെ വരുന്ന പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും, ഒന്ന് നോക്കാതെ. അതാണ് ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക്. ബിസിനസ്സുകാരനല്ല, ബിസിനസ്സുകാരന് വ്യത്യാസമുണ്ട്. അവിടെയാണ് എൻ്റെ ഇതുള്ളത്. സംരംഭകനും ബിസിനസ്സുകാരൻ ഇപ്പോൾ ഒരു പെട്ടിക്കട നടത്തിയാലും ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തിയാലും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ആണെങ്കിലും അതൊക്കെ ബിസിനസ്സാണ്. പക്ഷെ സംരംഭകനതല്ല, ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കുന്നു, ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതിനെ സക്സസ് ആക്കുന്നു, അപ്പോഴേ എൻ്റർപ്രണർ ആവുന്നുള്ളൂ. അതാണ് എൻ്റർപ്രണർഷിപ്പും ബിസിനസ്സുമായിട്ടുള്ള വ്യത്യാസം.